കുടിവെള്ളം, കൃഷി, റോഡ് നവീകരണം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ മുൻനിർത്തി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. കുടിവെള്ള പദ്ധതികൾ, കാർഷിക മേഖലയിൽ ജലസേചന സൗകര്യങ്ങളുടെ വികസനം, തകർന്ന റോഡുകളുടെ നവീകരണം, ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, ചെറുകിട വ്യവസായം, സ്ത്രീ ശാക്തീകരണം, കലാ കായിക മേഖലകൾ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 9,84,38,445 രൂപയുടെ പദ്ധതികളാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, തൊഴിൽ മേഖല എന്നിവയ്ക്കായി 1,38,21,460 രൂപയും പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന സേവന മേഖലയ്ക്കായി 4,93,80,575 രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി 5,83,56,035 രൂപയും വകയിരുത്തി. ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അന്തിമ രൂപരേഖ തയ്യാറാക്കുമെന്ന് യോഗാധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് വ്യക്തമാക്കി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതും ജയിച്ചാൽ എന്തൊക്കെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് ഭീഷണൊക്കെ ഉള്ളവരുമാണ്. പക്ഷേ പുതിയതായി വരുന്ന ആളുകൾക്കുള്ള ഒരു ധാരണ, ഇത് പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്ന ഉടനെ തന്നെ പണ്ട് പാട്ടിൽ പറഞ്ഞതുപോലെ എയർപോർട്ടും അല്ലെങ്കിൽ ഹെലിപ്പാഡും ഒക്കെ പണിയും എന്നാണ്. ഈ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ലാതെ നമുക്കൊരു പ്രവർത്തനവും നടത്താൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് മുൻ പ്രസിഡന്റൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് റോഡുകൾക്ക് പണം വെച്ചു, ടെൻഡർ വിളിച്ചെന്താ, ഒരു കോൺട്രാക്ടേഴ്സും ടെൻഡർ എടുക്കുന്നില്ല. തോക്കിൻകുഴലിലൂടെ നമ്മൾ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടെടുപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഒരു അണുനയത്തിലൂടെ അവരെ അതിന് അതിൽ പങ്കെടുപ്പിക്കുകയും അവരെ അതിനു വേണ്ടി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി റാഫേൽ പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. പദ്ധതി രൂപീകരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, പദ്ധതി രൂപീകരിച്ച് അതിന്റെ പൂർത്തീകരണം വരെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് ഞാൻ നോക്കുമ്പോൾ വെങ്കിടങ്ങ് പഞ്ചായത്താണ്. പക്ഷേ പദ്ധതികൾ പലതും പൂർത്തീകരിക്കാത്തതും നമ്മുടെ വെങ്കിടങ്ങ് പഞ്ചായത്തിനകത്താണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹബീബ്, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, റിനിത കബീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി റോയ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി സ്റ്റീഫൻ, ഇ വി പ്രബീഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ജി ഷീബ എന്നിവർ സംസാരിച്ചു.